ചൂരൽമലയിലെ ആ മഹാദുരന്തം കേരളത്തെ കണ്ണീരിലാഴ്ത്തിയിട്ട് കൃത്യം 2 വർഷം തികയുകയാണ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സ്വന്തം കിടപ്പാടമോർത്ത് ഇന്നും കണ്ണീരോടെ കഴിയുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട് നമുക്കിടയിൽ. എന്നാൽ സർവസ്വവും നഷ്ടപ്പെട്ട് ആ മനുഷ്യരുടെ പുനരധിവാസം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനാണിപ്പോൾ വയനാട് പുനരധിവാസം വേദിയായിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വയനാട് ദുരന്തബാധിതരെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ലെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു മുൻ LDF സർക്കാർ ടൗൺഷിപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ടു പോയ ഈ പദ്ധതിയിലൂടെ തങ്ങൾ അധികാരമൊഴിയുമ്പോൾ ആകെ നിശ്ചയിച്ച 410 വീടുകളിൽ 308 വീടുകളുടെ വാർപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ 178 കുടുംബങ്ങൾക്ക് വീടുകൾ കൈമാറാനും കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സർക്കാർ മാറിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം. പുതിയ UDF സർക്കാർ അധികാരത്തിലെത്തി 70 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ വേഗത ഗണ്യമായി കുറഞ്ഞുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന വിമർശനം. അധികാരമേറ്റിട്ട് 2 മാസം കഴിഞ്ഞിട്ടും പ്രളയഭൂമിയിൽ വെറും 9 വീടുകളുടെ വാർപ്പ് മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. നിർണായക ചുമതലകളിൽ വരുത്തിയ അനാവശ്യമായ സ്ഥലം മാറ്റങ്ങളും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയുമാണ് പദ്ധതിയുടെ വേഗത കുറച്ചതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇനിയും 149 കുടുംബങ്ങളാണ് സുരക്ഷിതമായ ഒരു വീടിനായി കണ്ണീരോടെ കാത്തിരിക്കുന്നത്. സർവസ്വവും നഷ്ടപ്പെട്ട ഈ മനുഷ്യരെ ഇനിയും വെറുതെ കാത്തിരിപ്പിക്കാൻ സർക്കാരിനാവില്ലെന്നും ടൗൺഷിപ്പ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ ഭിന്നതകൾ എന്തുതന്നെയായാലും അവിടെ വീടുകൾ നഷ്ടപ്പെട്ട പാവം മനുഷ്യരുടെ കണ്ണീരിന് രാഷ്ട്രീയമില്ല. ഭരണമാറ്റം പുനരധിവാസ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ലാത്തതാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കി എല്ലാ കുടുംബാംഗങ്ങൾക്കും സുരക്ഷിതമായ വീടുകൾ ഉറപ്പാക്കാൻ പുതിയ സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.